പൈലറ്റോ വില്ലൻ? ഓഗസ്റ്റ് 4-നാണ് തായ്ലൻഡിലെ ഫുക്കറ്റിൽ നിന്ന് ദില്ലിയിലേക്ക് പറന്ന എയർ ഇന്ത്യ വിമാനം യാത്രക്കിടെ 300 അടി താഴ്ചയിലേക്ക് പെട്ടെന്ന് താഴ്ന്നത്. അപകടത്തിൽ 20 യാത്രക്കാർക്കും 4 ക്യാബിൻ ക്രൂ അംഗങ്ങൾക്കും പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ യാത്രക്കാരിൽ ഉണ്ടാക്കുന്നത് വലിയ ആശങ്കയാണ്. വൈദ്യപരിശോധനയിൽ പൈലറ്റിന്റെ സാമ്പിളിൽ കണ്ടെത്തിയ കഞ്ചാവിന്റെ അംശമാണ് സംഭവത്തിന്റെ ദുരൂഹത കൂട്ടുന്നത്. ക്യാപ്റ്റൻ ലഹരി ഉപയോഗിച്ച പോലെയാണ് പെരുമാറിയതെന്ന് ക്യാബിൻ ക്രൂ അംഗം എയർ ഇന്ത്യക്ക് പരാതിയും ഇതിനോടകം നൽകിയിട്ടുണ്ട്. അന്ന് ഈ അപകടം നടന്ന ദിവസം പുറത്തുവന്ന ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. ഭയത്തോടെ പ്രതികരിക്കുന്ന യാത്രക്കാരുടെ ദൃശ്യങ്ങളായിരുന്നു അന്ന് പുറത്തു വന്നത്. ഇത്രയും യാത്രക്കാരുടെ ജീവൻ വെച്ച് കളിച്ചത് പൈലറ്റോ അതോ വിമാനത്തിന്റെ സാങ്കേതിക തകരാറാണോ പ്രശ്നമായതെന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. എന്തായാലും അതിൽ വ്യക്തത വരണം. ദില്ലിയിൽ നിന്ന് ആൻസില റൈച്ചൽ സണ്ണിയാണ് ചേരുന്നത്. ആൻസില, സാഹചര്യങ്ങളെ എങ്ങനെ വ്യോമയാന മന്ത്രാലയം വിലയിരുത്തുന്നു? അടുത്ത നടപടിയടക്കം എന്തായിരിക്കും? നിമി, പൂക്കറ്റ് ദില്ലി എയർ ഇന്ത്യ വിമാനത്തിലെ ക്യാപ്റ്റനെതിരെ നിരവധി ആരോപണങ്ങളാണ് ഉയരുന്നത്. രണ്ടാം ലഹരി പരിശോധനയിലും പോസിറ്റീവായ ക്യാപ്റ്റന്റെ സാമ്പിളിൽ കണ്ട കഞ്ചാവിന്റെ അംശം എങ്ങനെ വന്നു എന്നതിൽ കൂടുതൽ പരിശോധന നടത്തുമെന്നും ചട്ടപ്രകാരം വിഷയം മെഡിക്കൽ റിവ്യൂ ഓഫീസർക്ക് കൈമാറുമെന്നും എയർ ഇന്ത്യ മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ലഹരി ഉപയോഗിച്ചതിനാൽ നടക്കാൻ പോലും പറ്റാത്ത നിലയിലായിരുന്നു ക്യാപ്റ്റന്റെ പെരുമാറ്റമെന്നും വിമാനം ദില്ലിയിലെത്തിയപ്പോൾ ക്യാപ്റ്റന്റെ ഒരു കാലിൽ ഷൂവും സോക്സും ഉണ്ടായിരുന്നില്ലെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ലഹരി ഉപയോഗത്തിന് പിന്നാലെ ക്യാപ്റ്റന്റെ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടിരുന്നു എന്നും ഒഡീഷയ്ക്ക് മുകളിലെത്തിയപ്പോൾ 300 അടി താഴ്ചയിലേക്ക് പതിച്ച വിമാനം സ്ഥിരതയിലെത്തിച്ചത് സഹ പൈലറ്റ് ആണെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഏതായാലും ക്യാപ്റ്റന്റെ പെരുമാറ്റത്തിനെതിരെ ക്യാബിൻ ക്രൂ അംഗങ്ങളും സഹ പൈലറ്റും വിമാന കമ്പനിക്ക് പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ള ക്യാപ്റ്റനെതിരെയുള്ള തുടർ നടപടികളിൽ സംഭവത്തെക്കുറിച്ച് നിലവിൽ അന്വേഷണം നടത്തുന്ന AIBയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടും നിർണായകമാകും. വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ടതെന്ന സാധ്യത വിദഗ്ധർ തള്ളിയിട്ടുണ്ട്. സമാന അപകടങ്ങൾ ആവർത്തിക്കരുതെന്ന കർശന മുന്നറിയിപ്പ് രാജ്യത്തെ വിമാന കമ്പനികൾക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നൽകി. നിലവിലെ ചട്ടങ്ങൾ പാലിക്കണമെന്നും കൂടുതൽ ലഹരി പരിശോധനകൾ പൈലറ്റുമാരിൽ നടത്തണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. ഓഗസ്റ്റ് 4-ന് നടന്ന അപകടത്തിൽ 20 യാത്രക്കാർക്കും 4 ജീവനക്കാർക്കുമാണ് പരിക്കേറ്റത്. നിമ്മി, പെന്റക്കോസ്റ്റൽ ഫെലോഷിപ്പ് ഓഫ് ഇൻഡോ കനേഡിയൻ PCICയുടെ രണ്ടാമത് വാർഷിക കൺവെൻഷൻ ഇന്നലെ കാനഡയിൽ കാൽഗറിയിൽ ആരംഭിച്ചു. ഞായറാഴ്ച ഓഗസ്റ്റ് മാസം 16-ാം തീയതി ഞായറാഴ്ച നടക്കുന്ന സംയുക്ത സഭായോഗത്തോടെ സമാപിക്കും. പാസ്റ്റർ അനീഷ് തോമസ്, പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസൻ, പാസ്റ്റർ ജോഷ് മാത്യു, പാസ്റ്റർ ദീപക് മാത്യു എന്നിവർ പ്രസംഗിക്കും. പാസ്റ്റർ വിൽസൺ കടബിൽ, മനീഷ് തോമസ്, ഡോക്ടർ തോമസ് വർഗീസ്, വിൽസൺ സാമുവൽ, പാസ്റ്റർ സാമുവൽ ഡാനിയൽ, ഏബ്രഹാം തോമസ്, ബിനു ജേക്കബ്, ഷേർലി കുര്യാച്ചൻ, നെൽസൺ ഫിലിപ്പ്, പാസ്റ്റർ സാം ഏബ്രഹാം എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നു. IPC ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ 21ാമത് ഫാമിലി കോൺഫറൻസിൻ്റെ അനുഗ്രഹത്തിനായുള്ള സൂം പ്രയർ മീറ്റിംഗ് ഓഗസ്റ്റ് മാസം 20-ാം തീയതി വ്യാഴാഴ്ച, അടുത്ത വ്യാഴാഴ്ച ഷിക്കാഗോ സമയം 8 മണി മുതൽ 9 മണി വരെ നടത്തപ്പെടുന്നതാണ്. പാസ്റ്റർ ജെയിംസ് ജോർജ്, IPC എബനസർ സഭ ലേക്ക് ലാൻഡ് സഭയുടെ സീനിയർ ശുശ്രൂഷകൻ പാസ്റ്റർ ജെയിംസ് ജോർജ് ദൈവജനം സംസാരിക്കും. പാസ്റ്റർ ഏബ്രഹാം മാത്യു സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നതാണ്. 2027 ജൂലൈ 1 മുതൽ 4 വരെയാണ് ഫ്ലോറിഡയിലുള്ള ഒർലാൻഡോയിൽ വെച്ച് 21ാമത് IPC ഫാമിലി കോൺഫറൻസ് നടത്തപ്പെടുന്നത്. പാസ്റ്റർ റോയി വാകത്താനം, ബ്രദർ രാജൻ ആര്യപ്പള്ളി, ബ്രദർ സാക് ചെറിയാൻ, ബ്രദർ ജോമി ജോർജ്, കൊച്ചുമോൾ ജെയിംസ് എന്നിവരാണ് അടുത്ത 21ാമത് IPC ഫാമിലി കോൺഫറൻസിൻ്റെ ഭാരവാഹികൾ. അടുത്ത വർഷം ചിക്കാഗോയിൽ വെച്ച് നടക്കുന്ന 20ാമത് ഷാരോൺ ഫെലോഷിപ്പ് സഭയുടെ ഫാമിലി കോൺഫറൻസിൻ്റെ സൂം മീറ്റിംഗ് കഴിഞ്ഞ ദിവസം നടന്നു. ഓഗസ്റ്റ് മാസം 9-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് നടന്നു. പാസ്റ്റർ തോമസ് മാമൻ ദൈവജനം സംസാരിച്ചു. പാസ്റ്റർ ചാക്കോ ജോർജ് നേതൃത്വം നൽകി. ടിഷൻ തോമസ് പ്രൈസ് ആൻഡ് വർഷിപ്പിന് നേതൃത്വം നൽകി. 2027 ചിക്കാഗോയിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത്. പാസ്റ്റർ MG ജോൺസൺ കൺവീനർ, പാസ്റ്റർ തേജസ് തോമസ്
സെക്രട്ടറി തുടങ്ങിയ നാഷണൽ കമ്മിറ്റിയാണ് മീറ്റിങ്ങിന് നേതൃത്വം നൽകുന്നത്. 2028 31ാമത് നാക്കോക് സമ്മേളനം, നോർത്ത് അമേരിക്കൻ ചർച്ച് ഓഫ് ഗോഡ് സമ്മേളനം, ഈ അമേരിക്കയിലുള്ള ദൈവസഭകളുടെ ചർച്ച് ഓഫ് ഗോഡ് സഭകളുടെ ദേശീയ സമ്മേളനം 2028 ടെന്നസിലുള്ള ചാറ്റനൂഗിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാസ്റ്റർ ബിജു ഫിലിപ്പ്, പാസ്റ്റർ ജോസ് ആനിക്കാട്, ബ്രദർ ബിനോയ് മാത്യു, റോയ് വർഗീസ്, ഡാനി ജോസഫ് എന്നിവരാണ് ഭാരവാഹികൾ. എല്ലാ വർഷവും ചിക്കാഗോയിൽ വെച്ച് നടക്കുന്ന മാറാനാഥ കൺവെൻഷൻ ഓഗസ്റ്റ് മാസം 28, 29, 30 തീയതികളിൽ ചിക്കാഗോയിൽ വെച്ച് നടക്കുമെന്ന് കൺവീനർ ബ്രദർ തമ്പി തോമസ് അറിയിച്ചു. ഈ സമ്മേളനത്തിൽ പാസ്റ്റർ സുധീർ കുറുപ്പ് മുഖ്യ സന്ദേശം നൽകുന്നതാണ്. ഓഗസ്റ്റ് മാസം 28-ാം തീയതി വെള്ളിയാഴ്ച സൂം പ്ലാറ്റ്ഫോമിലും 29 ശനിയാഴ്ചയും 30-ാം തീയതി ഞായറാഴ്ചയും വൈകിട്ട് സയോൺ ക്രിസ്ത്യൻ ചർച്ചിൽ വെച്ചുമാണ് ഈ വർഷത്തെ മാറാനാഥ കൺവെൻഷൻ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബ്രദർ തമ്പി തോമസുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫെലോഷിപ്പ് ഓഫ് പെന്റക്കോസ്റ്റൽ ചർച്ചസ് ഇൻ ഷിക്കാഗോയുടെയും ഷിക്കാഗോ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെയും FECCയുടെയും CCFൻ്റെയും സംയുക്ത കൺവെൻഷനും സംയുക്ത ആരാധനയും സെപ്റ്റംബർ മാസം 18 മുതൽ 20 വരെ നടത്തപ്പെടുന്നതാണ്. സെപ്റ്റംബർ 18-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ഗിൽഗാൽ ചർച്ചിൽ വെച്ചും 19-ാം തീയതി ശനിയാഴ്ച വൈകിട്ടും 20-ാം തീയതി ഞായറാഴ്ച ഉച്ചവരെയും ബെനഡിക്റ്റൻ യൂണിവേഴ്സിറ്റിയിൽ വെച്ചുമാണ് ഈ വർഷത്തെ സംയുക്ത സമ്മേളനം നടത്തുന്നത്. പാസ്റ്റർ OM രാജുക്കുട്ടി, പാസ്റ്റർ സ്റ്റീവ് ജോൺ എന്നിവർ ഈ സമ്മേളനത്തിൽ ദൈവവചനം സംസാരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് FECC കൺവീനർമാരായ പാസ്റ്റർ സേവ്യർ ജെയിംസ്, പാസ്റ്റർ MG ജോൺസൺ എന്നിവരുമായി ബന്ധപ്പെടാവുന്നതാണ്. ഡാളസ് സിറ്റി വൈഡ് ഫെലോഷിപ്പിൻ്റെ ആനുവൽ കൺവെൻഷൻ അടുത്തയാഴ്ച ആരംഭിക്കുന്നു. ഓഗസ്റ്റ് 21 മുതൽ 23 വരെയാണ് നടക്കുന്നത്. പാസ്റ്റർ അനീഷ് കൊല്ലം, ഡസ്റ്റി സ്മോൾ, സൂസൻ തോമസ് എന്നിവർ ദൈവവചനം സംസാരിക്കും. പ്രൈസ് ആൻഡ് വർഷിപ്പിന് ഡോക്ടർ ടോം ഫിലിപ്പ് നേതൃത്വം നൽകും. 40ാമത് ആനുവൽ കൺവെൻഷനാണ് അടുത്ത ആഴ്ചയിൽ ഡാളസ് സിറ്റി വൈഡ് ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഡാളസിൽ വെച്ച് നടക്കുന്നത്. ഡാളസ് സിറ്റി വൈഡ് ഫെലോഷിപ്പിന് പാസ്റ്റർ തോമസ് മുല്ലക്കൻ, ഡോക്ടർ തോമസ് ഇടുക്കുള, SP ജെയിംസ്, തോമസ് ചെല്ലത്ത് എന്നിവർ നേതൃത്വം നൽകുന്നു. സംയുക്ത ആരാധനയോടുകൂടിയാണ് ഈ വർഷത്തെ സമ്മേളനം സമാപിക്കുന്നത്. പെന്റിക്കോസ്റ്റൽ യൂത്ത് ഫെലോഷിപ്പ് ഓഫ് അമേരിക്ക PYFIയുടെ 46ാമത് ആനുവൽ കൺവെൻഷൻ ഇന്നലെ ന്യൂയോർക്കിൽ ആരംഭിച്ചു. ഓഗസ്റ്റ് 16 നടക്കുന്ന സംയുക്ത സഭായോഗത്തോടെ സമാപിക്കും. ഡോക്ടർ VJ സാംകുട്ടി, പാസ്റ്റർ എബിൻ ജോർജ്, പാസ്റ്റർ ജോയ് സാൻഡോ എന്നിവർ വിവിധ സമ്മേളനങ്ങളിൽ പ്രസംഗിക്കും. ചിക്കാഗോ IPC ഹെബ്രോൺ സഭയുടെ 47ാമത് ആനുവൽ കൺവെൻഷൻ സമാപിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ നടന്ന സമ്മേളനം പാസ്റ്റർ PC മാമൻ ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റർ ബൈജു ബാലകൃഷ്ണൻ മുഖ്യ പ്രാസംഗികനായിരുന്നു. ഞായറാഴ്ച രാവിലെ സ്നാന ശുശ്രൂഷയ്ക്ക് ശേഷം സംയുക്ത ആരാധന നടന്നു. ഈ സമ്മേളനത്തിൽ സഭയുടെ യൂത്ത് പാസ്റ്ററായി പാസ്റ്റർ ഫ്രാങ്ക്ലിൻ വിൽഫററ്റിനെ സഭ നിയോഗിക്കുകയും പാസ്റ്റർ PC മാമൻ നിയോഗ പ്രാർത്ഥന നടത്തുകയും ചെയ്തു. ഹൂസ്റ്റണിലുള്ള സൗത്ത് വെസ്റ്റ് ചർച്ച് ഓഫ് ഗോഡ് സ്റ്റാഫോർഡിൻ്റെ വാർഷിക കൺവെൻഷൻ ഇന്നും നാളെയും ഓഗസ്റ്റ് മാസം 14-ാം തീയതി വെള്ളിയാഴ്ച, 15-ാം തീയതി ശനിയാഴ്ച നടക്കും. ചർച്ച് ഓഫ് ഗോഡിൻ്റെ മുൻ ജനറൽ ഓവർസിയർ ഡോക്ടർ ടിം ഹിൽ, പാസ്റ്റർ ഗ്ലാൻസൺ വർഗീസ് എന്നിവർ മുഖ്യ പ്രാസംഗികരായിരിക്കും. നാളെ രാവിലെ നടക്കുന്ന മിഷൻ ചലഞ്ചിൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ വേൾഡ് മിഷൻ റീജിയണൽ സൂപ്രണ്ട് ഡോക്ടർ സുശീൽ മാത്യു മുഖ്യപ്രഭാഷണം നടത്തും. ഷാരൂൺ ഫെലോഷിപ്പിൻ്റെ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കണക്റ്റിംഗ് ജെൻ സി എന്ന പേരിൽ ഓൺലൈൻ മീറ്റിംഗ് സംഘടിപ്പിച്ചു.
ഓഗസ്റ്റ് 8 നടന്ന സമ്മേളനം സഭയുടെ പ്രസിഡന്റ് ഇൻചാർജ് പാസ്റ്റർ VJ തോമസ് ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറയും മുൻ തലമുറയും തമ്മിലുള്ള ആശയവിനിമയം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു സമ്മേളനത്തിൻ്റെ ലക്ഷ്യം. മറ്റൊരു വാർത്ത കടന്നു വരുന്നു. ആന്ധ്ര ഹൈക്കോർട്ടിൽ IPCക്ക് വേണ്ടിയും IPCയുടെ ഇപ്പോഴത്തെ ജനറൽ പ്രസിഡന്റ് ഡോക്ടർ T. വത്സൻ എബ്രഹാമിനു വേണ്ടി സമർപ്പിച്ച കേസിൻ്റെ വിധി ഇന്നലെ ഹൈക്കോടതി പ്രസ്താവിച്ചു. ഒത്തിരി അവ്യക്തത നിലനിൽക്കുന്നതിനാൽ കോടതി വിധിയുടെ സാരാംശം പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ല. ഡോക്ടർ T. വത്സൻ എബ്രഹാം ഫേസ്ബുക്കിൽ കുറിപ്പിലൂടെ തൻ്റെ വാദം കോടതി അംഗീകരിക്കുകയും IPC ജനറൽ കൗൺസിലിൻ്റെ 2022 ഭരണഘടന അംഗീകരിച്ചതായും അവകാശപ്പെട്ടു. എന്നാൽ അപ്രകാരം ഒരു വിധി വന്നിട്ടില്ലെന്നും വിഷയം തിരുവല്ല കോടതി പരിഗണിക്കുമെന്നാണ് ആന്ധ്ര ഹൈക്കോടതിയുടെ വിധിയിൽ പറയുന്നതെന്നും മറുപക്ഷം ആരോപിക്കുന്നു. വിധിയുടെ പകർപ്പ് CPCക്ക് ലഭിച്ചു. ഇപ്പോഴും വളരെ അവ്യക്തത നിലനിൽക്കുന്ന ഒരു വിധിയാണ് ആന്ധ്ര ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നതെന്ന് അറിയുന്നു. വിധിയുടെ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ട് പലരും നേരിട്ട് നമ്മളെ സമീപിക്കുകയുണ്ടായി. എന്നാൽ വിശദാംശങ്ങൾ അപൂർണമാണ്. ഹൈക്കോടതി വിധി പഠിക്കുന്നതിനുള്ള സമയം നമ്മുടെ പലർക്കും കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പൂർണ്ണമായിരിക്കുന്ന വിധിയുടെ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ സാരാംശം തിരുവല്ലയിൽ ഈ കേസ് പരിഗണിക്കുന്നതിനാൽ ആ കോടതി പരിഗണിക്കുന്നത് വരെ ആന്ധ്ര ഹൈക്കോടതി ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ള ഒരു വിധി പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നതെന്നാണ് നമ്മൾ വിശദമായിട്ട് അറിയുന്നത്. വിശദ വിവരങ്ങൾ പിന്നീട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച രാവിലെ 8:30 മണിക്ക് നാം വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.